ഹലോ, അൻലാസ് ഇൻഫർടൈൻമെൻറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഞാനും ആർജുവും കൂടെ ഒരു തൃശ്ശൂർ ട്രിപ്പ് പോയതാണ്. തൃശ്ശൂർ പോയതെന്താ വെച്ചാൽ, ഞാൻ PSC എക്സാംസിന് ക്ലാസ് എടുക്കുന്ന ഒരാളാണ്. അപ്പം തൃശ്ശൂരുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എനിക്ക് ഒരു ക്ലാസ് എടുക്കാനുണ്ടായിരുന്നു. PSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിനായിട്ട് ഞാൻ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് സാറ്റർഡേ സൺഡേ പോവുകയാണ്. അപ്പോൾ സാറ്റർഡേ രാവിലെ മുതൽ വൈകിട്ട് വരെ ക്ലാസ് എടുത്തിട്ട് അന്ന് അവിടെ സ്റ്റേ ചെയ്തിട്ട് സൺഡേ കൂടി ക്ലാസ് എടുത്ത് തിരിച്ച് വരാൻ വേണ്ടിയിട്ടാണ് എറണാകുളത്ത് നിന്ന് ഞങ്ങൾ തൃശ്ശൂർക്ക് പോകുന്നത്. തൃശ്ശൂർ യാത്രയാണ് നമ്മളിന്ന് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. നമ്മൾ മുളന്തുരുത്തി സ്റ്റേഷനിലാണ് കയറിയത്. ആർജവും ആരവും രണ്ടുപേരും കൂടെ വീട്ടിലിരുത്തിയിട്ട് പോകാനായിട്ട് എനിക്ക് മടിയായിരുന്നു. കാരണം അവരുടെ അച്ഛൻ വർക്ക് ചെയ്യുന്നത് എബ്രോഡാണ്. അപ്പോൾ വീട്ടിൽ എൻ്റെ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ രണ്ടുപേരുടെ അടുത്ത് ഇവർ രണ്ടുപേരും മാത്രമാകുമ്പോൾ ഇവരെപ്പോഴും വഴക്കിടുകയും ആകെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ട് ആരെങ്കിലും ഒരാളെ കൂടെ കൊണ്ടുവന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഞാനും ആർജവും കൂടെയാണ് പോയത്. ആർജുവിനെ കൊണ്ടുപോകാനുള്ള റീസൺ എന്ന് വെച്ചാൽ, ആർജു മൂത്ത ആളാണ്. അപ്പോൾ ഒരു ട്രാവലിങ്ങിന് പോവുകയാണ്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ അവനെ കൊണ്ടുപോകാനായിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ എവിടെയെങ്കിലുമൊക്കെ ക്ലാസ് എടുക്കാൻ ചെറിയ ചെറിയ പ്രഭാഷണങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഞാൻ ആർജുവിനെയും കൊണ്ട് പോകാറുണ്ട്. അവന് ഈ ട്രാവലിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങോട്ട് പോകുന്നതും ഇങ്ങോട്ട് വരുന്നതും ആ ഒരു ട്രിപ്പാണ് അവന് ഏറ്റവും ഇഷ്ടം. ട്രാവലിങ് അവിടെ പോയാലും ഞാൻ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ക്ലാസ് എടുക്കുന്ന സമയത്ത് അവനവിടെ പോസ്റ്റായിട്ട് ഇരിക്കണം. പക്ഷേ അവനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഇരിക്കുക എന്നുള്ളത് അവന് ശീലമുണ്ട്. ഞാൻ പലയിടത്തും അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട്. പൊതുവേ അവന് പുറത്തിറങ്ങിയാൽ കുറച്ച് ക്വയറ്റായിട്ടിരിക്കുന്നൊരു കുട്ടിയും കൂടിയാണ്. ആരവ് നേരെ തിരിച്ചാണ്. അവനൊരു 5 മിനിറ്റ് പോലും അടങ്ങിയിരിക്കുന്ന ഒരു ക്യാരക്ടറല്ല. അപ്പോൾ അവനെയും കൊണ്ട് പോയാൽ അവനവിടെ അടങ്ങിയിരിക്കുമോ, അവനെ ഇങ്ങനെ മാനേജ് ചെയ്യാൻ എനിക്ക് അത്ര ഈസിയാന്ന് തോന്നിയില്ല. അപ്പോൾ ഞാനങ്ങനെ ആർജുവിനെ കൂട്ടി പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങൾ ട്രെയിനിൽ പോയി. ഞങ്ങൾ തൃശ്ശൂർ ചെന്നു, ക്ലാസ് എടുത്തു. തൃശ്ശൂർ ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ചു അവിടെ വടക്കുന്നാഥ ക്ഷേത്രത്തിലൊന്ന് പോകണം എന്ന്. അവിടെ അടുത്താണെങ്കിൽ എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഭാഗ്യം കൊണ്ട് ഞങ്ങൾ താമസിച്ച ഹോസ്റ്റലിനടുത്ത് തന്നെയായിരുന്നു ഈ ക്ഷേത്രം. അവിടുന്ന് ഓട്ടോയിൽ മിനിമം ചാർജ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ചെന്നപ്പോഴോ ശിവരാത്രി ആഘോഷമൊക്കെ നടക്കുന്നതായിരുന്നുകൊണ്ട് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഫുൾ ലൈറ്റൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് ഭയങ്കര നല്ല പോസിറ്റീവ് വൈബായിരുന്നു. ആർജുവിന് ട്രെയിൻ ഭയങ്കര ഇഷ്ടമാണ്. ട്രെയിനിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അറിയാം. ട്രെയിനിൻ്റെ ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് എനിക്ക് ഓരോ ട്രെയിൻ ഇപ്പോൾ എവിടെ എത്തി, എത്ര സമയം എടുക്കും, ഏത് സ്റ്റേഷനിലാണ്, എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അപ്പോൾ നമ്മൾ സ്റ്റേഷനിൽ അച്ഛനും ആരവും കൂടിയാണ് ഞങ്ങളെ കൊണ്ടാക്കിയത്. ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആരവിൻ്റെ മുഖത്ത് നല്ല വിഷമം ഉണ്ടായിരുന്നേ. അവന് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവനവിടെ ഇരുത്തിയത്. പിന്നെ അവനും അറിയാം അവൻ അടങ്ങിയിരിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ ഒരാളെ കൊണ്ടുള്ളൂ എന്ന് അറിയാവുന്നതുകൊണ്ട് അവനങ്ങനെ സമ്മതിച്ച് വിട്ടതാണ്. എന്നാലും ആൾക്ക് വലിയ വിഷമമായിരുന്നു. എനിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു കേട്ടോ. നമ്മളിത് എറണാകുളം ടൗൺ എത്തി. എറണാകുളം ടൗണിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി. നേരം വെളുത്ത് വരികയാണ്. അപ്പോൾ എനിക്ക് സൂര്യനെ രാവിലെ പ്രഭാതത്തിൽ സൂര്യനെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഞാനിങ്ങനെ സൂര്യനെ ഇങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ക്യാമറ പിടിച്ചിട്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ആർജുവിൻ്റെ അടുത്ത് നിന്ന് ഫോൺ ചോദിക്കുക. കാരണം അവൻ ഓരോ സ്റ്റേഷനും മിസ്സാക്കാണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഇങ്ങനെ ഫോൺ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ. ഇടപ്പള്ളി എത്തി. ഞാൻ വീണ്ടും അവൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ചു. ഇതാ ആകാശം, സൂര്യൻ ഉദിച്ചു വരുന്ന ആ ഒരു വിഷ്വൽസൊക്കെ ഇങ്ങനെ ക്യാമറയിൽ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ അടുത്ത സ്റ്റേഷൻ. ഇത് കളമശ്ശേരി സ്റ്റേഷനാണ്. നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് ഭംഗിയാണ് കാണാനായിട്ട്. സോളാർ പാനലൊക്കെ ഇങ്ങനെ നിറയെ വെച്ചിട്ട് രാത്രിയിൽ വന്നപ്പോൾ ഇവിടെ ഭയങ്കര ഭംഗിയാണ്. ഫുള്ള് ലൈറ്റ്സൊക്കെ ഇട്ട് കുറേ ഫ്ലൈറ്റ്സൊക്കെ കിടക്കുന്നുണ്ട്. അങ്ങനെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലെ വിഷ്വൽസൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അങ്കമാലി സ്റ്റേഷനാണ് കാണുന്നത്. അർജുനാണ് അങ്കമാലി റെയിൽവേ സ്റ്റേഷൻ വായിക്കാൻ വേണ്ടി ഞാൻ വീഡിയോ എടുക്കട്ടെന്നൊക്കെ പറഞ്ഞെടുത്താണ്. പിന്നെ കരിക്കുറ്റി. ഈ ട്രെയിനാണ് കായംകുളം എറണാകുളം പാസഞ്ചർ ട്രെയിൻ. എനിക്ക് തോന്നി ഈ ട്രെയിൻ യാത്ര ആസ്വദിക്കുമ്പം അതിനൊരു റീൽ കൂടി എടുക്കാനുണ്ട്. അപ്പം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യണമെന്ന് എഴുതിയിട്ട് ഞാനപ്പോൾ ഓൺ ദ സ്പോട്ട് റീൽ എടുത്തേ.
ജന്മം സഫലം പെട്ടെന്നൊരു തയ്യാറെടുപ്പൊന്നും ഇല്ലാതെ എടുത്ത റീലാണ്. അത് പോസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇതാ പുതുക്കാട് സ്റ്റേഷൻ എത്തിയിട്ടോ. അപ്പം നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താറായി. നദികൾ പുഴകളൊക്കെ എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ സ്റ്റേഷനിൽ ഇറങ്ങി. ഇനി ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം നമുക്ക് ക്ലാസ് എടുക്കാനുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാനായിട്ട്. സ്റ്റേഷനിൽ ഇങ്ങനെ ഇന്ത്യയുടെ ഈ ഒരു ഫ്ലാഗ് ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന കാണുമ്പോൾ എന്തൊരു അഭിമാനമാണ് മനസ്സിൽ തോന്നുന്നത് നമ്മുടെ ഫ്ലാഗ് കാണുമ്പോൾ. ഞങ്ങൾ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് നടക്കുകയാണ്. എവിടെയാണ് റോഡ്, ഏത് ഡയറക്ഷൻ, ഒരു ഐഡിയ ഇല്ല. നേരെ ഇറങ്ങി അങ്ങ് നടന്നു. നമ്മൾ ആക്ച്വലി നടക്കുകയാണ്. സ്റ്റേഷനിൽ നിന്ന് കുറേ ഓട്ടോ ഒക്കെ കിടക്കുന്നുണ്ട്. ഞങ്ങൾക്ക് എന്നാലും ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് ഓട്ടോ ഒഴിച്ച് വേണം പോകാനായിട്ട്. അപ്പോൾ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണമല്ലോ പോകാൻ. അപ്പോൾ അതുകൊണ്ട് എനിക്കിവിടെ ഷോപ്സ് കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ നമ്മളെന്തായാലും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മെയിൻ റോഡിലോട്ട് വന്നിട്ട് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, എന്നിട്ടൊരു ഓട്ടോ ഒഴിച്ച് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നടക്കുക. ഇച്ചിരി ദൂരം നടക്കാനുണ്ട് സ്റ്റേഷനിൽ നിന്ന് മെയിൻ റോഡിലോട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ നടക്കുകയാണ്. ഞങ്ങളിങ്ങനെ ഹോട്ടലിൽ തപ്പണ കണ്ടപ്പോൾ അവിടെ ഒരു ട്രാഫിക് പോലീസ് നമ്മുടെ അടുത്ത് ചോദിച്ചു എന്താണ്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു എടാ നല്ല വെജിറ്റേറിയൻ ഹോട്ടലുകളിൽ ചോദിച്ചു. അപ്പോൾ ആളെ നമ്മളെ കാണിച്ചു. ഞങ്ങളങ്ങനെ ഹോട്ടൽ ലക്ഷ്യമാക്കി നടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഹോട്ടലിലെത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഞാൻ നെയ് റോസ്റ്റും അത് മസാല ദോശ ഓർഡർ ചെയ്തു. ഓക്കെ, നമ്മൾ നെയ് റോസ്റ്റ് കഴിച്ചു. ആരവിന് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. ആരവിന് ഭയങ്കര ഇഷ്ടമാണ് ഇതാ എങ്ങനെയുള്ള നെയ് റോസ്റ്റ് കഴിക്കാനായിട്ട്. അത് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് ഞാൻ. ഹോട്ടലിൽ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്തി ക്ലാസ്സൊക്കെ എടുത്തു. ക്ലാസ് കഴിഞ്ഞ് ഹോസ്റ്റലിൽ പോയി ബാഗൊക്കെ വെച്ചിട്ട് ഞങ്ങൾ കുളിച്ച് ഫ്രഷായി നേരെ ഇറങ്ങി. ഞങ്ങളിപ്പോൾ എവിടെയാണെന്നറിയോ? വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയാണ്, ശിവരാത്രി ആഘോഷം. എന്ത് മനോഹരമായ ക്ഷേത്രമാണോ. ശക്തൻതമ്പുരാൻ്റെ കാലത്താണ് ഈ കാണുന്ന രൂപത്തിൽ ഇത് പണി കഴിപ്പിച്ചതെന്ന് പറയുന്നു. ഇത് പെരുന്തച്ചൻ്റെ കാലത്താണ് അത്രയും നിർമ്മിക്കപ്പെട്ടത്. നട അടച്ചിരുന്നു, അതുകൊണ്ട് എനിക്ക് അകത്ത് കയറി തൊഴാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ തൊട്ട് പിറ്റേ ദിവസം സൺഡേ വരുന്നുണ്ട് കേട്ടോ തൊഴാനായിട്ട്. അപ്പോൾ നമ്മൾ ടെമ്പിളിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഓട്ടോയിൽ നേരെ പോവാണ് കേട്ടോ ഹോസ്റ്റലിൻ്റെ അടുത്തേക്ക്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ തൊട്ട് ആർജവ് എന്നോട് പറഞ്ഞത് അവന് പിസ്സ വാങ്ങിച്ചു കൊടുക്കണം എന്നായിരുന്നു. നമ്മുടെ ഹോസ്റ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് റോഡിലൊരു പിസ്സ ഹട്ട് അവൻ അവിടെ ഇറങ്ങിയപ്പോഴേ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിസ്സ ഹട്ടിലോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പിസ്സ ഹട്ടിലെത്തി. ആർജവ് വന്നപ്പോൾ തൊട്ട് പിസ്സ കഴിക്കണം പറയുമായിരുന്നു. അങ്ങനെ പിസ്സ വാങ്ങിച്ചു കൊടുത്തു. ആർജവ് ഹാപ്പിയായി, ഞാനും ഹാപ്പിയായി. അപ്പം അങ്ങനെ ആർജവിന് പിസ്സയൊക്കെ വാങ്ങിച്ചു കൊടുത്തു, ഞാനും കഴിച്ചു. ഞങ്ങൾ ഹോസ്റ്റലിലോട്ട് പോകാം. ഹോസ്റ്റലിൽ ചെന്നു, നമ്മൾ ഉറങ്ങി. പിറ്റേന്ന് രാവിലെ നമ്മൾ വീണ്ടും എഴുന്നേറ്റ് വടക്കുന്നാഥ ക്ഷേത്രത്തിലോട്ട് പോകാനായിട്ട് പ്ലാൻ ചെയ്തു. അങ്ങനെ രാവിലെ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ദർശനത്തിന് ശേഷമാണ് ഞാൻ എൻ്റെ സൺഡേ ക്ലാസ്സിനായിട്ട് പോയത്. അപ്പോൾ ഇനി സൺഡേയിലെ വിഷ്വൽസ് കാണാം. രാവിലെ ക്ഷേത്രത്തിലെത്തി. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് വടക്കുന്നാഥനെ ദർശിച്ചു.
ക്ഷേത്രത്തിൻ്റെ അകത്ത് ചെന്നപ്പോൾ ഉണ്ടല്ലോ ഞെട്ടിപ്പോയി. എന്ത് മനോഹരമായ വാസ്തുശില്പവിദ്യയൊക്കെയാണ്. കേരളത്തിൻ്റെ അകത്ത് ഇത്തരം ക്ഷേത്രങ്ങൾ നമ്മളങ്ങനെ റെയറായിട്ടാണ് കാണുന്നത്. പിന്നെ ഒരുപാട് ഏക്കർ സ്ഥലമുണ്ട്, ഒത്തിരി ഉണ്ട്. ഞാൻ മുഴുവൻ കണ്ടു തീർന്നെന്ന് തന്നെ എനിക്കറിയില്ല. ഇവിടെ ശിവഭഗവാനെ കൂടാതെ പാർവതി ദേവിയുടെയും ആദിശങ്കരൻ്റെയും ശ്രീരാമൻ്റെയും അയ്യപ്പൻ്റെയും ഒക്കെ പ്രതിഷ്ഠയുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷമായി ഈ ക്ഷേത്രത്തിൽ വരാൻ സാധിച്ചതിൽ. ഇതിൻ്റെ ഐതിഹ്യമൊക്കെ ഞാൻ പിന്നീടാണ് വായിക്കുന്നത്. അപ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ക്ലാസ്സൊക്കെ എടുത്തു. അങ്ങനെ വൈകുന്നേരം നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയി. ഇപ്പോൾ ഞങ്ങൾ തിരിച്ച് എറണാകുളത്തോട്ട് പോവാണ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ്. എവിടെയാണ് കോളേജ് എഴുതിയിരുന്നത്? നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യുകയാണ്. നല്ല ചൂടായിരുന്നു. അപ്പോൾ നമുക്ക് തണുത്ത എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നിയിട്ട് ആർജു പറഞ്ഞിട്ട് നമ്മൾ തണ്ണിമത്തൻ ഫ്ലേവറുള്ള ഐസ്ക്രീം വാങ്ങിച്ചു. തൽക്കാലത്തേക്കൊരു ആശ്വാസമായി. ഞങ്ങൾ പാലരുവിക്ക് വരാൻ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു. നമ്മൾ ട്രെയിനിൽ കയറിയതുമാണ്. നല്ല തിരക്കായതുകൊണ്ട് തിരിച്ചിറങ്ങി. പിന്നെ തൊട്ട് പുറകെ നമുക്ക് കോട്ടയം എക്സ്പ്രസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതാ ട്രെയിനിൽ കയറി നമ്മളങ്ങനെ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞായറാഴ്ച രാത്രി 8:30 കൂടിയിട്ട് നമ്മൾ മുളന്തുരുത്തി റെയിൽവേ സ്റ്റേഷനിൽ എത്തി. सुन्दरतर पिनागधर हर सुन्दरतर पिनागधर हर गंगाधर रज चर्माम्बरधर गंगाधर गज चर्माम्बरधर चन्द्रचूड शिवशंकर पार्वती रमण निनगे नमो नमः चन्द्रचूड शिवशंकर पार्वती रमण निनगे नमो नमः. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു തൃശ്ശൂർ യാത്ര എന്നും നല്ലൊരു ഓർമ്മയായിട്ട് നിലനിൽക്കും. പ്രത്യേകിച്ച് വടക്കുന്നാഥൻ്റെ ആദ്യ ദർശനമാണ് എനിക്ക് ഏറ്റവും സന്തോഷമുണ്ടായത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സജഷൻസും കമൻസും ഒക്കെ അറിയിക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം.